You've been talking about patience, hoping for everlasting. You're known for talking crazy. I know it's in ഗൈസ് വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ക്യൂബ് ട്രാൻസിഷനാണ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റ് മോഷനിലാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് ഞാൻ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബീറ്റ് മാർക്ക് വന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് 0.32, ദെൻ 1.6, ദെൻ 1.38, ദെൻ 2.10 ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ഒരു കീ ഫ്രെയിംസ് ബീറ്റ് മാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾക്ക് ഇതിലേക്ക് എഫക്ട്സ് ആഡ് ചെയ്യുക. അതിനുവേണ്ടി ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്, 3D ക്യൂബാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ ഫസ്റ്റ് നമ്മൾ താഴേക്ക് വരും. ഇവിടെ ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിൻറ്റ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഫ്ലാറ്റിലേക്ക് കൊടുക്കാം. ദെൻ ഇവിടെ വന്ന് സ്കെയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലത്ര കൊടുക്കാം. അതിൻ്റെ സൈസ് വന്ന് ഇഷ്ടമില്ലത്ര കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.75 ആ റേഞ്ചിലാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ടോപ്പിലേക്ക് വരാം. ഇവിടെ നമ്മൾ റൊട്ടേഷനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഇതേപോലെ 0ൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം. ദെൻ നമ്മൾ വന്ന് 1.16 ഒരു കീ ഫ്രെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ 1.16 കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ വൈയുടെ വാല്യൂ വന്ന് -120 -120 നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യുക. ദെൻ എക്സിൻ്റെ വാല്യൂ വന്ന് 10 ആണ് കൊടുക്കുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് 10 കൊടുക്കുക. ദെൻ നമ്മൾ സെൻട്രലായിട്ട് വരിക. ഇവിടെ 4th കർവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതേപോലെ 4th കർവ് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇനി എല്ലായിടത്തും ഈ ഒരു കർവാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ എൻഡിലായിട്ട് വന്നിട്ട് പൊസിഷനിൽ തന്നെ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. പൊസിഷനിലല്ല, റൊട്ടേഷനിൽ ഒരു കീ ഫ്രെയിം കൂടെ എൻഡിലായി വന്ന് ആഡ് ചെയ്യുക. ഇവിടെ വൈയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം. വൈയുടെ വാല്യൂ ഒന്ന് -10 സെറ്റ് ചെയ്ത് കൊടുക്കാം. വൈയുടെ വാല്യൂ -10 കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് -10 കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സിൻ്റെ വാല്യൂ ഒന്ന് -15 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് -15 സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് നമ്മൾ ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക, അതായത് 2.10 സെറ്റ് ചെയ്യുക. ദെൻ സെൻട്രലായി നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായി ഇനി നമ്മൾ ഓറിയൻറ്റേഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്യാൻ നമ്മളിവിടെ 0.32 ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ദെൻ 1.38 അടുത്തൊരു കീ ഫ്രെയിം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ബീറ്റയുടെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ബീറ്റയുടെ വാല്യൂ ഒന്ന് -89 കൊടുക്കേണ്ടത്. ഓക്കെ, -89 ബീറ്റയുടെ വാല്യൂ -89 കൊടുക്കുക. ദെൻ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് സെയിം കർവ്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എഫക്റ്റ് ബാക്ക് വന്ന ശേഷം ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, ഈ ഒരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. ദെൻ ഈ എഫക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ആ ഒരു റെക്റ്റാങ്കിൾ വന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ ഇതേപോലെ എൻഡിലായി ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ 0.32 ഫസ്റ്റ് കീ ഫ്രെയിം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എഡിറ്റ് ഷേപ്പ് ഉണ്ടാവും. അതിൽ വൈ ആക്സിസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എക്സ് അല്ല. വൈ ആക്സിസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ ഒരു 80 കൊടുക്കുക. ഓക്കെ, 80 കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെ ഒരു കീ ഫ്രെയിം, അതായത് 0.32 ഒരു കീ ഫ്രെയിം, ദെൻ 1.38 അടുത്തൊരു കീ ഫ്രെയിം. ദെൻ നമ്മൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതേപോലെ 0 ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 80. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ആ ഒരു റെക്റ്റാങ്കിളുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ ഒരു 2 ലെയറും കൂടെ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഇവിടെ 3ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത ആ ഒരു എഫക്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും നമുക്കപ്പം ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക, അതായത് എഫക്ട്സിൽ വന്ന് ഈ ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം 0ലാണ് ആ ഒരു കീ ഫ്രെയിം വരേണ്ടത്. അത് ഞാൻ കുറച്ച് മുമ്പോട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ 1.6 അടുത്തൊരു കീ ഫ്രെയിം. ഓക്കെ, ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം എക്സിൻ്റെ വാല്യൂ വന്ന് 330 സെറ്റ് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ ഒരു 330, അതായത്
ആ ഒരു സ്ക്രീനിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് പോകുന്ന രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ 330 സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വൈയുടെ വാല്യൂ വന്ന് 430 സെറ്റ് ചെയ്യാം. ഓക്കെ, വൈയുടെ വാല്യൂ വന്ന് കറക്റ്റായിട്ട് ഈ ഒരു വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വൈയുടെ വാല്യൂ വന്ന് 430 സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു കീ ഫ്രെയിം 0ലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ദെൻ സെൻട്രലായി വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ്. ഓക്കെ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിവിടെ എൻഡിലായിട്ട്, അതായത് 2.10 ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യാം. അതിൽ വന്ന് നമ്മൾ സെഡിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. സെഡിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 600 ഉണ്ടാവുക. അത് നമ്മൾ കുറച്ചിട്ട് ഈ ഒരു സ്ക്രീനിൽ പുറത്തേക്ക് വരുന്ന രീതിക്ക് ഒരു 220 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു 2 ലെയർ 2 സൈഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, 220 സെറ്റ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ ആണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വെക്റ്റർ ഡ്രോയിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു വെക്റ്റർ ഡ്രോയിങ് ടൂൾ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം അല്ലാണ്ട് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ ഇത് എൻഡ് വരെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഈ ഒരു 2 ക്ലിപ്പും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഇവിടെ കാണുന്ന 2 സെലക്ട് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഈ ഒരു എഫക്ട്സ് തുറക്കുക. ദെൻ ഈ ഒരു എഫക്റ്റ്, അതായത് നമ്മൾ പൊസിഷനൊക്കെ കൊടുത്ത് ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്യുമ്പം ഇതേപോലെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് പുറത്തായിരിക്കും കാണുക. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ലെയർ ഇതിൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂവിൽ കണ്ട പോലെ ബോർഡറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് വന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ കറക്റ്റായി ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ആ ഒരു ലെയറിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മുകളിലുള്ള ലെയർ വന്ന് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സൂം ഔട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അത് രണ്ടും കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഇവിടെ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ആ ഒരു ലെയറിനും കൂടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു എഫക്ട്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റായി കിട്ടും. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ബ്ലാക്കും കൂടെ അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാകും ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ സെയിം സാധനം കുറച്ച് ഒപ്പാസിറ്റി കുറച്ചിട്ട് അതെങ്ങനെ ചെയ്യില്ല വെച്ചാൽ നമ്മൾ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ എൻഡ് വരെ ഉണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം ഈ എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 2 ആ 2ാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. ദെൻ ഈ ഒരു ലെയർ വന്ന് നമ്മൾ കോപ്പി ലെയർ അടിക്കുക. ദെൻ ഇവിടെ വന്ന് ഫുൾ ബാക്ക് അടിക്കുക. ആ ഒരു റെക്റ്റാങ്കിളും ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത ആ ഒരു ലെയർ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫുൾ ട്രാൻസിഷൻ്റെ ലെയറാണ് ഇവിടെ കാണുന്നത്. ഇത് വന്ന് ഫുള്ളായി താഴേക്ക് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സ്കെയിൽ ചെയ്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പം ഞാനിതിൽ എല്ലാ ലെയറിലും ഷേഡോ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഷേഡോ എനേബിൾ ചെയ്തതിൻ്റെ ഇത് നിങ്ങൾക്ക് ഷേഡോ എനേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാണ്ടിരിക്കുക, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രാൻസിഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.